അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബിൽ അംഗീകരിച്ച മന്ത്രിസഭ. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര നിയമമാണ് തടസ്സം എന്നുള്ളത് എല്ലാ കാലത്തും സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യമാണ്. വലിയ രീതിയിലെ പ്രതിഷേധ പ്രകടനങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ ഇതിനകം ഉണ്ടായി. ഇപ്പോൾ ഒരു നിയമം തന്നെ കൊണ്ടുവരാനുള്ള ബില്ലിനാണ് ഇപ്പോൾ അംഗീകാരം മന്ത്രിസഭ കൊടുത്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് ശ്രുതി. അതിനുവേണ്ടി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് ഇങ്ങനൊരു തീരുമാനമുണ്ടായത്. ഇതുപ്രകാരം അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ നിയമത്തിന്റെ ഭാഗമായി ഉണ്ടാകും. പക്ഷേ ഇതിലൊരു നിയമ തടസ്സമുള്ളത് കേന്ദ്ര നിയമത്തിന്റെ ഭേദഗതി ആയതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം എന്നുള്ളതാണ് ഇതിലെ ഒരു നിയമ തടസ്സമായി ഉള്ളത്. പക്ഷേ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൽ ഭേദഗതി നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക മന്ത്രിസഭാ സമ്മേളനം വിളിച്ച് അതിന് അനുമതി കൊടുത്തത്. ഏറെ നിർണായകമായ ഒരു നീക്കമാണ് സർക്കാരിനെ സംബന്ധിച്ച്. നമുക്കറിയാവുന്നതുപോലെ നിരവധി മനുഷ്യരാണ് മലയോര മേഖലയിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ നിരന്തരം കൊല്ലപ്പെടുന്നത്. അതിൽ കൃത്യമായി ഒരു സമാധാനം പറയാൻ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നിരന്തരം മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും എപ്പോഴും കേന്ദ്ര നിയമം പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അതിനൊരു പ്രതിരോധം തീർക്കുന്നതെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ തിരിച്ചടിയാകും എന്നുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം. മാത്രമല്ല കേരള കോൺഗ്രസ് എം നേരത്തെ തന്നെ പരസ്യമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും വനം മന്ത്രിയെ ഉൾപ്പെടെ മറ്റു പല മന്ത്രിമാരടക്കം വിമർശിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ സർക്കാരിന് വലിയ പ്രതിസന്ധിയാകുന്ന നിലയിലേക്ക് വന്യജീവികളുടെ ആക്രമണം മാറുമ്പോഴാണ് ആക്രമണകാരികളെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമാകുന്ന ഭേദഗതി ബില്ലിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് മലയോര മേഖലകളിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും എന്ന കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മൃഗം അത് മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയാൽ പോലും അതിനെ വെടിവെച്ച് കൊല്ലാൻ നിയമമില്ല. അതിനെ വെടിവെച്ച് ബോധം കെടുത്തിയതിനു ശേഷം മറ്റു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നിയമം മാത്രമാണ് നിലവിലുള്ളത്. ഈ ഭേദഗതി അത് നിയമത്തിന്റെ ഭാഗമാകുന്നതോടുകൂടി ജില്ലാ കളക്ടർക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വെടിവെക്കാൻ ഉത്തരവിടാം. ആ ഒരു നിയമത്തിലേക്കാണ് എന്തായാലും സർക്കാർ നീങ്ങുന്നത്. അതല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. വ്യാപകമായ വിമർശനം വിവിധ പാർട്ടികളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും എല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് കർഷക സംഘത്തിന്റെ സംസ്ഥാന നേതാവ് കൂടിയായ EP ജയരാജന്റെ നേതൃത്വത്തിൽ ഒരു മലയോര ജാഥ ഇതിനായി തന്നെ സംഘടിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ജനങ്ങളുടെ പ്രതികരണം തേടി തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള നിവേദനം കൊടുത്തതുമാണ്. അപ്പോഴെല്ലാം കേന്ദ്ര നിയമത്തിന്റെ പ്രതിബന്ധങ്ങളാണ് സർക്കാരും മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ചതെങ്കിൽ ഒടുവിൽ ഇപ്പോൾ അതിന് മറ്റൊരു തലത്തിലേക്ക് പരിഹാരം കണ്ടെത്താനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും എതിരഭിപ്രായം ഉണ്ടാകില്ലാത്തൊരു കാര്യമാണ്. മലയോര മേഖലയിലെ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയം. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ, നാട്ടിൽ വന്നുള്ള ആക്രമണങ്ങൾ ഇല്ലാത്ത ഒരു ദിവസവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രസാദ്, ഇക്കാര്യത്തിൽ എല്ലാ വന്യജീവികളെയും അങ്ങനെ കൊല്ലാൻ പറ്റുമോ? ഈ കാടിറങ്ങി വരുന്ന അക്രമം നടത്തുന്ന ഏത് വന്യജീവിയെയും കൊല്ലാം എന്നുള്ള ബില്ലാണോ? അതിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ? അതിൻ്റെ ക്ലാരിറ്റി ഇനിയിപ്പോൾ വരേണ്ടതുണ്ട് സ്മൃതി. അതായത് ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മനുഷ്യനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്ന മൃഗങ്ങളെ, അത്തരം മൃഗങ്ങളെ കൊലപ്പെടുത്താനാണ്, വെടിവെച്ച് കൊല്ലാനാണ് ഈ നിയമ ഭേദഗതി മൂലം കഴിയുന്നത്. അതിനുള്ളൊരു സാങ്കേതിക തടസ്സം ഞാൻ നേരത്തെ പറഞ്ഞാണ് സ്മൃതി. മറ്റ് നിയമങ്ങൾ നിയമസഭ പാസാക്കിയാൽ നിയമമാകുന്നത് പോലെ ഇത് പറ്റില്ല എന്നുള്ളതാണ്. കേന്ദ്ര നിയമത്തിലെ ഭേദഗതി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം ഇതിന് വേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് സമയമെടുത്തേക്കും എന്ന കാര്യം വ്യക്തവുമാണ്. എന്തായാലും ആക്രമണകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള ഒരു നിയമം, അത് നിയമത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ ഈ ബില്ലിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിനോട് സഹകരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും എന്തിനാണ് ഇത്ര കാലം ഇത് നീട്ടിവെച്ചത്? അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന വിമർശനമായിരിക്കും സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യത. കാരണം ഒരുപാട് വർഷങ്ങളായി
ഗുരുതരമായ പ്രശ്നം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെ UDF ഭരിക്കുന്ന സമയത്തും ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സമീപകാലത്ത് എണ്ണം കൂടുകയാണ് ഈ ഇത്തരം ആക്രമണങ്ങളുടെ. അതുകൊണ്ട് തന്നെ എന്തിന് ഇത്ര വൈകിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് എപ്പോഴും പലപ്പോഴും പ്രതിപക്ഷം ചോദിച്ചു കേട്ടിട്ടുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങളാണെങ്കിൽ വല്ലാതെ ഇതുകൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സ്ഥിതിയുണ്ടായി. അവർ വലിയ പ്രതിഷേധത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും വരുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് സർക്കാരിനെതിരായ ഒരു വികാരമായി മാറാതിരിക്കാനുള്ള മുൻകൂട്ടിയുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്ര ധൃതിപ്പെട്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നത്. സ്മൃതി, തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ജനപ്രിയമായ തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു. വലിയ വിവാദമായ ഈ വർഷങ്ങളിലുടനീളം കേരളം ചർച്ച ചെയ്ത വന്യജീവി ആക്രമണങ്ങൾ, പലയിടത്തും വനം വകുപ്പിനെതിരെ കടുത്ത നിലപാടുകൾ, വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം, സഭയുടെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം, ഇതെല്ലാം കേരളം കണ്ടതാണിപ്പോൾ. ഒരു കരട് ബില്ലിന്, വന്യജീവികളെ കൊല്ലാൻ നിയമ ഭേദഗതിക്കുള്ള ശ്രമങ്ങൾ, അതിനുള്ള ബില്ലിന് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രസാദ്, ഇപ്പോൾ ആ ബില്ലിന് അംഗീകാരം നൽകുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ച സമയത്ത് കേന്ദ്രത്തിനാണ് അത് ചെയ്യാനാവുക, കേരളം നിസ്സഹായമാണ് എന്ന നിലപാടാണല്ലോ എടുത്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി സാധ്യമാണ് എന്നുള്ള കാര്യം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്? പ്രസാദ്, സ്മൃതി, നമുക്കറിയാവുന്നതുപോലെ പല വാർത്താ സമ്മേളനങ്ങളിലും ഇത് സംബന്ധിച്ച് നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് അതിൽ വിശദമായ മറുപടി പറയാനുണ്ട്. ആ വിശദമായ മറുപടിയെല്ലാം കേന്ദ്ര നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അങ്ങനെ നിയമം ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇങ്ങനെ ഒരു സാധ്യത അതിനുള്ളതിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും വിശദീകരിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നീട് നിയമോപദേശങ്ങളെല്ലാം തേടിയിട്ടായിരിക്കണം ഇങ്ങനൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നതും ഇങ്ങനെ ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് പാസാക്കിയെടുക്കാനുള്ള നീക്കം നടത്തുന്നതും. നേരത്തെ കേന്ദ്ര നിയമത്തെ കുറിച്ച് പറയുമ്പോൾ പോലും പലതരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആക്രമണകാരിയായ ഒരു കടുവ വന്ന് ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ ഇരുന്ന് യോഗം ചേരണം, ആ യോഗം ചേർന്ന് തീരുമാനമെടുക്കണം, അങ്ങനെ തീരുമാനമെടുത്ത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അതിനെ വിശദീകരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ചുരുക്കത്തിൽ മലയോര മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്തെല്ലാം വനം മന്ത്രി ശശീന്ദ്രനായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും വിശദീകരിച്ചിരുന്നത് കേന്ദ്ര നിയമത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളത് ഒരാശ്വാസം തന്നെയാണ്. എങ്ങനെ ഇനി ഇതിനെ സർക്കാർ വിശദീകരിക്കും എന്നുള്ളതാണ് സ്മൃതി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. രഞ്ജിത്തിലേക്കും കൂടി പോകുന്നു, കാരണം മലബാറിലാണല്ലോ ഏറ്റവും പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. രഞ്ജിത്ത്, അവിടെ സഭ തെരുവിലിറങ്ങി പ്രതിഷേധ പരിപാടികൾ നടത്തി, ശക്തമായ പ്രതികരണങ്ങൾ നടത്തി, അതിന് UDFന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അത്രയും വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഇപ്പോൾ അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി നൽകുന്ന ബില്ലിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നു, നേരത്തെ ആകാമായിരുന്നു എന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയരുന്ന ഒരു വികാരം? സ്മൃതി, മലയോര മേഖലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നു, അല്ലെങ്കിൽ മലയോര ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് തെളിയിക്കാനും ആ രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റെതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മുഖ്യമന്ത്രി ഒരു പരിപാടിക്കിടെ പറഞ്ഞിരുന്നു, ഈ ക്ഷുദ്രജീവികളായിട്ടുള്ള പന്നികളെ കൊന്നു കഴിഞ്ഞാൽ ആ പന്നികളെ കുഴിച്ചിടുകയാണോ അതോ കത്തിക്കുകയാണോ അതോ മണ്ണെണ്ണ ഒഴിച്ചാണോ വെളിച്ചെണ്ണ ഒഴിച്ചാണോ എന്നൊന്നും പരിശോധിക്കേണ്ടതില്ല, അതിനൊന്നും വനപാലകർ മുതിരേണ്ടതില്ല എന്നൊരു ശക്തമായ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി കൊടുത്തിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയരാകുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പന്നികളുടെ ആക്രമണം. അങ്ങനെ പന്നികളുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി പന്നികളെ വെടിവെക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷേ വെടിവെച്ചാൽ പോലും ആ പന്നികളെ കുഴിച്ചിടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വനപാലകർ വലിയ തോതിൽ കർശനമായ നിയന്ത്രണങ്ങൾക്കും പരിശോധനകൾക്കും ഒക്കെ മുതിർന്നിരുന്നു. അതുതന്നെ വലിയ പീഡനമായി വനമേഖലയിൽ മലയോര മേഖലയിൽ ആരോപിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നത്. അതിന് പിന്നാലെയാണ് ഈ രീതിയിൽ ഇപ്പോൾ ഒരു തീരുമാനം കൂടി വരുന്നു. ക്ഷുദ്രജീവികളായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി. പക്ഷേ ഇതിനകത്തൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കേന്ദ്ര നിയമത്തിൽ തന്നെ വ്യത്യസ്ത ഷെഡ്യൂളുകളിൽ പറയുന്നുണ്ട്, ഈ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കപ്പെട്ട മൃഗങ്ങളെ അത് വനം വകുപ്പിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസറുടെ അനുമതിയോടുകൂടി വേണമെങ്കിൽ കൊല്ലാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് പഞ്ചായത്തിന് അനുമതിയുമുണ്ട്, അതിന് വനപാലകർക്കും വനം വകുപ്പിനും സാധിക്കുമെന്ന് കേന്ദ്ര നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നിയമമുള്ളപ്പോൾ സംസ്ഥാനം ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ബില്ലിൽ ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങളെ ഉൾപ്പെടുത്തും, ഏതൊക്കെ മൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കും,
ഇങ്ങനെ ആക്രമണകാരികളായ മൃഗങ്ങളുടെ പട്ടികയിൽ കടുവ, പുലി അങ്ങനെയുള്ള മൃഗങ്ങൾ ഉണ്ടാവുമോ? കാട്ടാന ആക്രമണം വലിയ തോതിൽ നടക്കുന്ന മേഖലകളുണ്ട്. അത്തരത്തിൽ കാട്ടാനകളെ വെടിവെക്കാനും കൊല്ലാനും അനുമതി ഉണ്ടാകുമോ? ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മലയോര മേഖലയിലെ കർഷക മനസ്സിലേക്ക് വരും. ഏതായാലും ഒരു ബില്ല് വരുന്നു എന്നുള്ളതും ഈ ആക്രമണകാരികളായ മൃഗങ്ങളെ വകവരുത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ആ ആവശ്യത്തോട് അനുഭാവപൂർണമായൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും എന്താ പറയുക, മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കയ്യടി കിട്ടാവുന്ന, ആ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കയ്യടി കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ വലിയ മലയോര സംരക്ഷണ യാത്ര നടത്തുകയും മലയോര ജനങ്ങളുടെ വികാരത്തെ കാളിക്കത്തിക്കാനുള്ള ശ്രമമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതിനു ശേഷമാണ് സർക്കാർ ഈ മലയോര മേഖലയുടെ വികാരം ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിന്റെ അനുരണനമായിട്ട് വേണം ഈ ബില്ലിനെ കണക്കാക്കാൻ. ശരി, ടി വി പ്രസാദും വി എസ് രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.